പഞ്ചായത്ത് സംഘടന കമ്മിറ്റി ചെയർമാൻ വളപ്പുറശ്ശേരി സർവീസിൽ നിന്നും ബിരുദ ടീച്ചർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, അറുപത്തേഴ് പിന്നിട്ട വിദ്യാലയത്തിന്റെ വാർഷികോത്സവം 50 വർഷം ഈ ഗ്രാമത്തിന്റെ അവസ്ഥയും സാഹചര്യങ്ങളൊക്കെ അറിയുന്ന ഒട്ടനവധി ആളുകൾ ഈ സ്റ്റേജിലും പുറത്തുമൊക്കെയുണ്ട്. അരനൂറ്റാണ്ട് പ്രവർത്തനം വിപുലീകരിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട രക്ഷിതാക്കളുടെ മക്കളെ അറിവിന്റെ അശ്വം പഠിപ്പിക്കുകയും അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ ഈ വിദ്യാലയത്തിന് സാധിച്ചു എന്നതാണ് വലിയ സന്തോഷമുള്ള കാര്യം. ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ സംവിധാനമല്ല അത്. ഇപ്പോൾ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണമെന്ന് ആഗ്രഹമുണ്ട്, കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് വില കൊടുത്തും കുട്ടിയെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ തന്നെ സ്വയം അനുഭവമാണ്. പക്ഷെ വിദ്യാലയം ആരംഭിക്കുന്ന കാലത്ത് കുട്ടികളങ്ങനെ സ്കൂളിലേക്ക് പോകണമെന്ന് രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ പോയി പഠിച്ച് നാളെ ഇന്നതാകണമെന്ന് കുട്ടികൾക്കോ താല്പര്യമില്ലാത്തൊരു കാലത്താണ് ഈ വിദ്യാലയം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് മത്സരബുദ്ധിയോടുകൂടിയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. വലിയ മുന്നേറ്റമാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പല കാരണങ്ങളാൽ തഴയപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ടാകാം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചത് കൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും വിദ്യാഭ്യാസത്തെ നമ്മുടെ പൂർവികർക്ക് നമ്മൾ സ്നേഹിക്കുന്നത് പോലെ ഏറ്റെടുത്ത് നടപ്പാക്കാൻ സാധ്യമല്ലാത്ത ഒരു ജില്ലയിൽ കഴിഞ്ഞ 10-20 വർഷമായി വലിയ മുന്നേറ്റമാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം മലപ്പുറത്ത് 79,000 കുട്ടികളാണ് SLC പരീക്ഷ എഴുതി. 147 കുട്ടികളാണ് അതിന് പരാജയപ്പെട്ടത്. ഈ വർഷം മലപ്പുറത്തിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളും ജയിക്കുന്ന ജില്ലയായി മലപ്പുറത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 99.9 100 അടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഇതുപോലെയുള്ള നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് ആഘോഷപൂർവ്വം ഇതിന് വാർഷികം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. പുതിയ ലോകത്തേക്ക് നമ്മൾ കൈ കിടക്കുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 6ാം ക്ലാസ് മുതൽ പഠിക്കുന്ന 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന 1,00,000 കുട്ടികളെയാണ് ഞങ്ങൾ കോളിംഗ് 100ലേക്ക് കുട്ടികളെ എക്സാം എഴുതിച്ചത്. 50,000 കുട്ടികളാണ് ആ എക്സാമിൽ യോഗ്യത നേടിയത്. ഒരുപക്ഷെ ദുബായ് ഗവൺമെന്റ് കഴിഞ്ഞാൽ ലോകത്ത് രണ്ടാമത് അത് നടത്തി വിജയിപ്പിച്ചത് മലപ്പുറത്താണ്. അപ്പം നല്ല കഴിവുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല കഴിവുള്ള അധ്യാപകരെ നമ്മുടെ നാട്ടിലുണ്ട്. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ത്രിതല സംവിധാനത്തിലുള്ള ജനപ്രതിനിധികളും MLA-യും MP-യും എല്ലാവരും കൈകോർത്തുന്നപ്പോൾ നമുക്ക് വലിയ വിപ്ലവമാണ് നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ സാധിച്ചത്. വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ച ജില്ലയായി പ്രദേശമായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ SLC ജയിച്ചത് കൊണ്ടും +2 ജയിച്ചത് കൊണ്ടും അല്ലെങ്കിൽ ഡിഗ്രിയും PG-യും ഒക്കെ എടുത്തത് കൊണ്ടും നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി നമ്മൾ വിചാരിക്കണം. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. നല്ല അച്ചടക്കമുള്ള സമൂഹത്തെ, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെയും വാർത്തെടുത്ത് രാജ്യത്തിന്റെ ഗുണകരമാവുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിയെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യമുണ്ടാക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. ഒരു കാലം ഇപ്പോഴൊക്കെ അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. ഒരുപക്ഷെ 2050 നമുക്ക് ക്ലാസ് എടുക്കാൻ അധ്യാപകർ ആവശ്യമില്ലാത്ത കാലം വരാൻ പോകും. 2030 ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക്
ഒരുപക്ഷെ 150 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമെന്നാണ് പുതിയ ടെക്നോളജി കാണുന്നത്. ആ ഭാഗ്യം തന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിലും അന്ന് ജനിക്കുന്നവർക്കേലും ആ ഭാഗ്യം കിട്ടട്ടെ എന്നാണ്. 150 വർഷം ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ ടീച്ചർ റിട്ടയർഡാകും. ടീച്ചറെ കണ്ടാൽ റിട്ടയർഡാകാനായിട്ടില്ല. കാരണം 56 വയസ്സ് 55 വയസ്സായത്, പിന്നെ 10 വർഷമായിട്ടാണ് 56 ആയത്. അന്ന് 55 വയസ്സ് എന്ന് പറയുന്നത് വലിയ വയസ്സായിരുന്നു. ഇന്ന് 55, 56 വയസ്സ്, 70 വയസ്സൊക്കെ ഇത് വളരെ ചെറുപ്പമാണ്. അപ്പോൾ വരാൻ പോകുന്ന കാലത്ത് നമ്മുടെ ക്ലാസ് എടുക്കാൻ അധ്യാപകരില്ലാതെ ക്ലാസ് എടുക്കുന്ന സംവിധാനം വരും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, 2019 വരെ മൊബൈലുമായി ഒരു കുട്ടി സ്കൂളിലേക്ക് വന്ന എച്ച് എം അധ്യാപകരെ PT കുട്ടിയെ പുറത്താക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. 2020 ശേഷം മൊബൈൽ വാങ്ങിക്കൊണ്ടുവരണമെന്നാണ് അധ്യാപകർ കുട്ടികളോട് പറയാൻ തുടങ്ങിയത്. കാരണം എന്താണ്, നമ്മളെ മൊബൈലില്ലാതെ നമുക്ക് കുട്ടികളെ ക്ലാസ് എടുക്കാൻ, ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ സംവിധാനമുണ്ട്. സാധ്യത കൂടുതലും നമ്മളെ ഓൺലൈനിൽ ക്ലാസ് എടുക്കും. അധ്യാപകർ റോബർട്ട് വന്ന് ക്ലാസ് എടുക്കും. റോബർട്ട് വന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യും. അമേരിക്കയിലെ ഡോക്ടർ വന്ന് മൂത്തേടത്തെ PHCയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഡോക്ടറെ ഓപ്പറേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് അസുഖം മാറ്റിയെടുക്കാനുള്ള സംവിധാനത്തേക്ക് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചാരപാതത്തിലാണ് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. നല്ല കുട്ടികളായി, നല്ല വിദ്യാഭ്യാസമുള്ള മക്കളായി മലപ്പുറത്തിൻ്റെയും മൂത്തേടത്തിൻ്റെയും ഒക്കെ കുട്ടികളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യമുള്ളത്. ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശവും, അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കങ്ങളുമൊക്കെ. ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചത് നമ്മുടെ നാട്ടിലെ പൊതുരംഗത്തും അതുപോലെ തന്നെ PTA-യും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും പൊതുസമൂഹവും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നപ്പോൾ നമുക്കുണ്ടാക്കിയെടുത്ത മാറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 52 വർഷം മുമ്പ് ഇങ്ങനെ ഇത്ര വലിയൊരു 50 വർഷം മുമ്പ് ഈ വിദ്യാലയം ഇങ്ങനെയാകുമെന്നും ഇങ്ങനെ സ്വപ്നം കാണാൻ നമുക്ക് സാധിച്ചിരുന്നു. നമ്മൾ ഇനി കാണേണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ 2050-ലേക്കാണ്. ഒരു 2050-ൽ നമ്മുടെ മൂത്തേടം എങ്ങനെയായിരിക്കണം, നമ്മുടെ കാരപ്പുറത്തെ സ്കൂൾ എങ്ങനെയായിരിക്കണം, ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ഇന്ന് സ്വപ്നം കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വികസനവും നമ്മളെ വികസനവും ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മുഖ്യ സന്ദേശം നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. ജോലി നമ്മുടെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള SLC PTA പ്രസിഡന്റുമാർ, ബഹുമാനപ്പെട്ട മുൻ ഹെഡ്മാസ്റ്റർമാർ, ഇവരെ ആദരിക്കുന്ന ചടങ്ങുകൾ PTA പ്രസിഡന്റുമാരും SLC ചെയർമാനുമാരായിട്ടുള്ള ശരത് കല്ലിങ്ങൽ, മുജീബ് കല്ലറ, ഉസ്മാൻ ഫാസി, റഷീദ് വാളപ്ര, രാമചന്ദ്രൻ ആനന്ദവിലാസ്, ആന്റണി നെല്ലിമൂട്ടിൽ, സച്ചിദാനന്ദൻ തുള്ളിത്തൊടികൾ, കൃഷ്ണൻകുട്ടി കല്ലിങ്ങൽ, P. രായൻ പുളിക്കൽ, മുഹമ്മദ് പാലപ്പുറം, സീഡിക്കോയ തങ്ങൾ അന്നാരപ്പടിക്കൽ, വേലായുധൻ കോഴിക്കാട്, നാസർ പൂന്തിരുത്തിൽ, ഇത്രയും പേരെയാണ് ആദരിക്കുക. ഈ വിശിഷ്ട വ്യക്തികൾ പേര് വിളിക്കുന്ന ക്രമത്തിൽ സ്റ്റേജിലേക്ക് വരികയും ഈ ആദരവ് നൽകുന്നതിനായി പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അവരുടെയും ആദരവോടെ ക്ഷണിക്കുന്നു. ശരത് കല്ലിങ്ങൽ ചോളമുണ്ട സ്കൂളിന്റെ പുരോഗതിക്കായി അക്ഷരം പ്രയത്നിച്ച പ്രിയങ്കരരായ SLC ചെയർമാൻമാരെ ആദരിക്കുന്ന ചടങ്ങാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂത്തേടത്തിന്റെ ശബ്ദം ഇസ്മായിൽ മൂത്തേടം, മുജീബ് കല്ലറ, ഉസ്മാൻ ഫൈസി, റഷീദ് വാളപ്ര. റഷീദാക്ക നമ്മുടെ ബ്ലോക്ക് മെമ്പർ കൂടിയാണ്. ശ്രീരാമചന്ദ്രൻ ആനന്ദവിലാസം,
നാസർ പൂന്തിരുത്ത്, കൃഷ്ണൻകുട്ടി കണ്ണിങ്ങൽ, നാരായണൻ പള്ളത്ത്, പി രായൻ പുളിക്കൽ, മുഹമ്മദ് പാലപ്പുറം, സീതിക്കായങ്ങൾ അങ്ങോട്ട് പിടിക്കും, വേലായുധൻ കോഴിക്കോട്. ഈ സ്കൂളിന്റെ ആരംഭത്തിന് ഏറ്റവും പ്രചോദനമായി നിന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് വിശേഷിക്കുന്നത്. ഒന്ന് സീതിക്കായങ്ങൾ അങ്ങോട്ട് പിടിക്കും, മറ്റൊരു വേലായുധൻ കോഴിക്കോട്. ഈ രണ്ടുപേരെയും ആദരവോടെ സ്മരിക്കുകയാണ്. നന്ദി ഇസ്ലാം സാർ. അടുത്തത് ഈ സ്കൂളിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അക്ഷരം പ്രയത്നിച്ച പ്രിയങ്കരായ ബഹുമാനപ്പെട്ട പുതിയ അധ്യാപകരെ ആദരിക്കുകയാണ്. കൃഷ്ണൻ സാർ, കേശവൻ സാർ, പി എ ജോസഫ് സാർ, മീനാമി ടീച്ചർ, ദേവകി ടീച്ചർ, തോമസുകുട്ടി സാർ, ഹരി സാർ, ഫൗസിയ ടീച്ചർ, അമലി ജോലി ടീച്ചർ. ഇത്രയും വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നത് ഊട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ടി മുസ്ലിം സാറാണ്. ഏറെ ആദരവോടെ ഈ കർത്തവ്യം നിർവഹിക്കുന്നതിനായി മുസ്ലിം സാറെ ക്ഷണിക്കുന്നു. ഒപ്പം ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള പി എ ജോസഫ് സാർ. ഇന്നും ചുവടുവെപ്പാണ് തന്റെ കർത്തവ്യങ്ങളിൽ കർമ്മനിരതനായിരിക്കുന്ന ജോസഫ് സാറിന് ഏറെ ആദരവോടെ GLPS ടൂർണമെന്റ് കൊടുക്കണമെന്ന് സ്മരിക്കുന്നു. അടുത്തത് ലീലാമി ടീച്ചർ. പ്രായത്തെ വെല്ലുന്ന ചെറുചെറുക്കാണ് ഇന്നും ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട പ്രധാന അധ്യാപകരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹ ആദരം. പ്രിയങ്കരനായ ഹരിസാർ, ഇന്നും ചോളമുണ്ട സ്കൂളിലെ കുഞ്ഞുമക്കളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ലാളിത്യത്തിന്റെ മുഖം പ്രിയങ്കരനായ ഹരിസാറിനെ ആദരിക്കുന്നു. ഊട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉസ്മാൻ ഔറൂർ, പ്രിയങ്കരിയായ ഫൗസിയ ടീച്ചർ, 6 മാസക്കാലം മാത്രമാണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇന്നും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രിയങ്കരിയായി തീർന്ന ഫൗസിയ ടീച്ചറിനും ചോളമുണ്ട സ്കൂളിന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹിതരും. പ്രായത്തിന്റെ ആധിക്യത്തിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന മുൻ അധ്യാപകരായിട്ടുള്ള ബാലചന്ദ്രൻ സാറുണ്ട്, മൈമൂനി ടീച്ചറുണ്ട്. ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൈമൂന ടീച്ചർ, ബാലചന്ദ്രൻ സാർ, ചോളമുണ്ട സ്കൂളിന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹിതർ, പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. കൃഷ്ണൻ സാർ, കേശവൻ സാർ, ദേവകി ടീച്ചർ, തോമസുകുട്ടി സാർ, അമലി ജോലി ടീച്ചർ ഇവരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടി
വേദിയിലേക്ക് വരേണ്ടതാണ്. മൈമൂന ടീച്ചറിനെയും ആദരവോടെ ചോളമണ്ട കുടുംബവും എന്ന നിലയിൽ ഞങ്ങൾ ആദരവോടെ സ്മരിക്കുകയാണ്. കഴിഞ്ഞ കാലം ഈ സ്കൂളിന്റെ ഓരോ മന്ത്രിയെയും തൊട്ടറിഞ്ഞ് പ്രിയങ്കരിയായ മുൻ അധ്യാപികയും ഇപ്പോൾ ഹെഡ്മാസ്റ്ററുമായി ഈ വർഷം നിർമ്മിക്കുന്ന മൂന്ന് ടീച്ചറെ ഈ അവസരത്തിൽ ആദരിക്കുകയാണ്. ടീച്ചർ തന്റെ ഔദ്യോഗിക സേവനത്തിൽ നിന്നും ഈ വർഷം നിർമ്മിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നത് മുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ഉസ്മാൻ സാർ. ടീച്ചർക്കും ചോളമണ്ട സ്കൂളിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹിക്കുന്നു. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു ശ്രീ റഷീദ് വാലപ്പുറ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ കൂട്ടരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ, വേദിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ സാഹിബ്, പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ മുസ്തഫ, മറ്റു വേദിയിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനീഷ് കാറ്റാടി, ശ്രീ ജസ്മൽ പുതിയറ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി റോസമ്മ ടീച്ചർ, മുൻ SMC ചെയർമാനും ഈ സ്കൂളിലെ ആദ്യത്തെ അധ്യാപകൻ കൂടിയായിരുന്ന ശ്രീ ശിരിക്കോയ തങ്ങളവറുകൾ, മറ്റു ഇന്നത്തെ മുഖ്യാതിഥി VA ടീച്ചർ, പ്രിയപ്പെട്ട SMC ചെയർമാൻ ശ്രീ ബിനീഷ്, മറ്റു അധ്യാപകരെ, മുൻ SMC ചെയർമാന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, സുദീർഘമായി ഇനിയൊരു ആശംസാ പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. 52 വർഷം മുമ്പ് ഉടുതുണിക്കും അറിവുമില്ലാത്ത കാലഘട്ടത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മൂത്തേടം പഞ്ചായത്തില്ലാത്ത കാരപ്പുറത്ത് എടക്കര പഞ്ചായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഇവിടെ സ്ഥാപിതമായ ഈ സ്കൂളിൽ, ഈ വിദ്യാലയത്തിൽ ആദ്യ ബാച്ചിൽ തന്നെ പഠിക്കുവാനും ഈ സ്കൂൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയാകുവാനും ഒക്കെ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ വളർച്ചയും എപ്പോഴും നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വാഹനങ്ങളുണ്ട്, അധ്യാപകരുണ്ട്, പശ്ചാത്തല സൗകര്യങ്ങളുണ്ട്, ആധുനിക രീതിയിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നാം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടത് എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സ്കൂൾ ആരംഭിക്കുന്ന കാലത്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്തുണ്ടാക്കും, എന്ത് എന്നുള്ള ചോദ്യത്തിന് പകരം ഇന്ന് അത് മാറി. അതോരോ കുടുംബത്തിലും മാറി. ഒരു വീട്ടിലൊരു സോപ്പില്ലായിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം അലക്കി വെളുപ്പിച്ച് വിദ്യാലയത്തിലേക്ക് പോകാൻ കഴിയാത്ത തലേ ദിവസം മുട്ട ഉടുപ്പിട്ട് പോയിരുന്നൊരു കാലഘട്ടം. അല്ലെങ്കിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ നനഞ്ഞ വസ്ത്രവുമായി പോകുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഏത് വസ്ത്രം ഉടുക്കും, ഏത് വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമെന്ന് കുട്ടികൾ കുളി കഴിഞ്ഞ്
വസ്ത്രത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഏത് വസ്ത്രമാണ് ഇന്ന് ഇടേണ്ടത് എന്ന് നിരത്തി വെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഭക്ഷണത്തിനും പുസ്തകത്തിനും വേണ്ടി വസ്ത്രത്തിനും വേണ്ടി അധ്വാനിക്കുന്ന രക്ഷിതാക്കൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് എല്ലാം സുലഭമായി എല്ലാ സമൃദ്ധിയോടും കൂടി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അന്ന് സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ മാത്രമാണ് നമുക്കുള്ളത് എങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിലും നമ്മുടെ രക്ഷിതാക്കൾക്കിടയിലും നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഡിജിറ്റൽ മീഡിയയുടെയും മറ്റു ആധുനികവൽക്കരണത്തിന്റെയും ഒക്കെ ഭാഗമായി ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് അപജയങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇസ്മായിൽ വൈസ് പ്രസിഡന്റിനോട് സൂചിപ്പിച്ചു, കോവിഡ് കാലഘട്ടത്തിൽ മൊബൈൽ അത്യാവശ്യമാണ്, നമ്മളെല്ലാവരും വാങ്ങിക്കൊടുത്തു. ഇന്ന് ആ മൊബൈൽ കൊണ്ട് വിദ്യാർത്ഥിക്ക് ആവശ്യമുള്ളതും വിദ്യാർത്ഥിക്ക് ആവശ്യമില്ലാത്തതും വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിയുടെ കയ്യിലെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും രക്ഷിതാക്കളായ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഒരു വിരൽത്തുമ്പിൽ പ്രിയപ്പെട്ട നമ്മുടെ MLA ശ്രീ PV അൻവർ സാഹിബ് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി സുദീർഘമായിട്ടും സംസാരിക്കുന്നില്ല. ഉദ്ഘാടനം നിർവഹിക്കേണ്ട ബഹുമാന്യ വ്യക്തിത്വം ശ്രീ അൻവർ MLA ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബ വിജയത്തിനും കുടുംബത്തിന്റെ മൊത്തം ആളുകളുടെ വിജയത്തിനും വിദ്യാർത്ഥികളുടെ വിജയത്തിനും സമൂഹത്തിന്റെ വിജയത്തിനും വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി ഈ സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ച് അണിനിരക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ആശംസ ഈ ചടങ്ങിന് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നു അനീഷ് കാപ്പാട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മൂത്തടം ഗ്രാമപഞ്ചായത്ത്. നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയ ജനനായകൻ, ജനമനസ്സറിഞ്ഞ പ്രിയ നേതാവ്, നിലമ്പൂർ നിയോജക മണ്ഡലം MLA ബഹുമാന്യനായ ശ്രീ PV അൻവർ അവറുകളെ GLPS ചോളമുണ്ടയുടെ 52ാം വാർഷികാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായി സാദരം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ഉസ്മാൻ, വേദിയിലുള്ള റജിയടക്കമുള്ള ബഹുമാന്യരായ പഞ്ചായത്തിൻ്റെ മെമ്പർമാർ, ഈ കലാലയത്തിലെ ബഹുമാന്യരായ അധ്യാപകർ, അനധ്യാപകർ, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ, പ്രിയപ്പെട്ട PTA SMC കമ്മിറ്റി ഭാരവാഹികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കാരണവന്മാരെ, അമ്മമാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയമുള്ള കുട്ടികളെ, ഈ കലാലയത്തിലെ ബഹുമാന്യരായ അധ്യാപകരെ, സുഹൃത്തുക്കളെ, 52 വർഷം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പുറകിലേക്ക് ആലോചിക്കുമ്പോഴാണ് അരനൂറ്റാണ്ട് കഴിഞ്ഞ ഒരു കലാലയം. വിദ്യാഭ്യാസത്തിൻ്റെ വലിയ വെളിച്ചം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ കലാലയം എത്രമാത്രം
അതിൻ്റെ സാന്നിധ്യങ്ങളിൽ എത്രമാത്രം കുടുംബങ്ങൾ പഠിച്ചു വളർന്ന് നാടിൻ്റെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് ഓർക്കുമ്പോഴാണ് ആ 52 വർഷത്തിൻ്റെ പ്രസക്തി ഇവിടെ ഉയർന്നു വരുന്നത്. ആ ഒരു കാലഘട്ടം ഒരു 75 വയസ്സ് അല്ലെങ്കിൽ ഒരു 70 വയസ്സുള്ള ഈ നാട്ടിലെ ഈ ഗ്രാമത്തിലെ ആളുകളോട് 52 വർഷം മുമ്പത്തെ ഈ പ്രദേശത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് കടന്നുപോയ 52 വർഷം കൊണ്ട് എന്തുമാത്രം മാറ്റങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കി ഈ കലാലയം എന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. വിദ്യാഭ്യാസം നമുക്കറിയാം അടിസ്ഥാനപരമായി ഏതൊരു മനുഷ്യ സമൂഹത്തിൻ്റെയും വളർച്ചയും വികസനവും വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്കറിയാം. വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമുള്ള പ്രദേശങ്ങളാണ് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നമുക്കെന്നറിയാം സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കടന്നു പോകുമ്പോൾ കടന്നുപോയ വർഷങ്ങളേക്കാൾ നമ്മൾ ഓരോരുത്തരും നാടിൻ്റെ ഇന്നത്തെ ഈ കടന്നുപോക്കിൽ പ്രയാസം അനുഭവിക്കുന്നവരാണ്. നാടൊന്നാകെ മുന്നിരുന്ന ഇന്ത്യ രാജ്യം മനുഷ്യരെ പല രാഷ്ട്രീയ സംഹിത കൊണ്ടും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിച്ചു കളയുകയും പരസ്പരം വിദ്വേഷവും വൈരാഗ്യവും തോന്നിപ്പിക്കുന്ന വിധത്തിൽ രാജ്യം കടന്നു പോകുമ്പോഴാണ് എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയ മുഖത്തുനിന്നവരും ഈ കലാലയ മുറ്റത്ത് ഒന്നിച്ചിരുന്ന് നമ്മളെന്താണ്, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മുടെ അടുത്ത തലമുറക്കും നമ്മൾ എങ്ങനെയാണ് ഈ കാലം അത്രയും ജീവിച്ചു പോയത്, അങ്ങനെ ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. വിദ്യാഭ്യാസത്തിൽ ചരിത്രത്തിൽ പോലും ചരിത്രങ്ങൾ മാറ്റി എഴുതപ്പെടുകയാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ആ രാഷ്ട്രപിതാവിനെ കൊല ചെയ്തവരെ ആദരിക്കുകയും രാഷ്ട്രപിതാവിന്റെ ചരിത്രം മാറ്റിയെഴുതുകയും ചെയ്യുന്ന വർത്തമാനകാല ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ കലാലയ രീതികൾ, വാർഷികാഘോഷങ്ങൾ സ്വാഭാവികമായും നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാവുന്ന രീതികളാണ്. നമുക്കെല്ലാവർക്കും ഒരു മനസ്സോട് കൂടിയിരിക്കാവുന്ന വേദികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വേദികൾ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മുടെ നാടിന്റെ സാമൂഹിക നീതി കൂടി ചർച്ച ചെയ്യപ്പെടുന്ന വേദികളായി മാറുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഒരു മനസ്സോടുകൂടി രാജ്യത്തിന്റെ മതേതര സ്വഭാവം നിലനിർത്തത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും മനുഷ്യനെ ഒന്നിക്കാനുള്ള വേദികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മൂവാറുപെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരുടെ വേദിയുണ്ട്. ഈ പ്രദേശത്തിന്റെ ഏറ്റവും സമൂഹത്തിന് പൊതുരംഗത്ത് ഇടപെടുന്ന എല്ലാവരും സദസ്സിലും വേദികളായിട്ടുള്ളവരാണ്. അതുകൊണ്ട് രാഷ്ട്രീയമെന്തായാലും മതമെന്തായാലും നമ്മളൊന്നാണ്, നമ്മളൊരു മനുഷ്യരാണ് എന്ന ചിന്ത ഉയർത്തിക്കൊണ്ടുവരുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇത്തരത്തിലുള്ള സാമൂഹികമായ കൂടിച്ചേരലുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ സയൻസ് ഇന്ത്യയിൽ എന്റെ പ്രിയപ്പെട്ട എന്ന നാട്ടുകാരോട് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. വിശദമായ വിശദീകരണമായി കിടക്കുന്നില്ല. നമ്മളെല്ലാവരും തന്നെ കുട്ടികളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കാനും സന്തോഷിക്കാനും എത്തിയ രക്ഷിതാക്കളാണ് ഇവിടെ മഹാഭൂരിപക്ഷം. ഒരു അധ്യാപിക ഇവിടുന്ന് പിരിയുന്നുണ്ട്. ഞാൻ സത്യത്തിൽ
കയറുന്നത് ചോദിക്കാൻ വിട്ടുപോയതാണ്. ഇന്ന് 5ാമത്തെ സ്കൂൾ വർഷത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. 4 വാർഷിക പരിപാടികളിൽ 2-3 ടീച്ചേഴ്സ് ഇതിന് പോകുന്ന ചടങ്ങുകൂടി അതിന് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബി എ ടീച്ചർ 12 വർഷമായി ഈ കലാലയത്തിൽ അധ്യാപികയായി ജോലി ചെയ്ത് അവർ വിരമിക്കുകയാണ്. സ്വാഭാവികമായും ഈ 12 വർഷക്കാലത്തിനിടയ്ക്ക് ഈ കലാലയവുമായി വിദ്യാർത്ഥികളുമായി രക്ഷിതാക്കളുമായി സമൂഹവുമായി ബന്ധപ്പെട്ട് നാടിന്റെ പൊതുവായ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ് അധ്യാപകരെന്ന് നമുക്കറിയാം. ചെറുപ്പകാലത്ത് പ്രത്യേകിച്ചും 10ാം ക്ലാസ് വരെയുള്ള 15 വയസ്സ് വരെയുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ രക്ഷിതാക്കളെക്കാട്ടിലും കൂടുതൽ സമയം കുട്ടികൾ ചെലവഴിക്കുന്നത് കലാലയങ്ങളിലും അധ്യാപകരോടൊപ്പവുമാണ്. ആ അധ്യാപകരുടെ സ്വഭാവവും അവരുടെ രീതിയും അവരിൽ നിന്ന് കിട്ടുന്ന നന്മയും ഒക്കെ ആ കുട്ടികളെ നല്ല രീതിയിൽ പ്രതിഫലിക്കും. തീർച്ചയായും ബി എ ടീച്ചറുടെ 12 വർഷക്കാലം കടന്നു 12 വർഷക്കാലം ഈ നാടിന് നൽകിയ വിദ്യാർത്ഥികൾക്ക് നൽകിയ മുഴുവൻ സേവനങ്ങൾക്കും പ്രവർത്തികളിൽ നിന്നൊക്കെ ബി എ ടീച്ചറിനുള്ള എല്ലാവിധ ആദരവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് സ്കൂളിലെ 52ാം വാർഷികാഘോഷം വികാരമായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രക്ഷണം സ്വീകരിച്ച് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രിയങ്കരനായ എംഎൽഎക്ക് ടൂർണമെന്റ് സ്കൂളിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്തതായി 24 വർഷത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷം ഈ സ്ഥാപനത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ബി എ ടീച്ചറെ ആദരിക്കുകയാണ്. പ്രിയങ്കരനായ നിലമ്പൂർ എംഎൽഎ ശ്രീ ടി.വി. അൻവർ അവർ. ഈ ആദരവേറ്റ് വാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ബി എ ടീച്ചറെ നൽകുന്നതിനായി അൻവർ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. മൂത്തേടത്തിന്റെ മലയോര ഗ്രാമമായ നെല്ലിക്കുത്ത് നറുക്കൂട്ടിൽ മുഹമ്മദ് കുട്ടിയുടെയും തെറ്റത്ത് ഉമ്മാച്ചുവിന്റെയും 3ാമത്തെ മകൾ. ബാല്യകൗമാരങ്ങളിലെ ഒട്ടനവധി പരിമിതികളെ അതിജീവിച്ച് അധ്യാപന വൃത്തിയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ, സാന്നിധ്യം കൊണ്ട് പ്രഭ പരത്തിയ, സമഭാവനയിൽ എല്ലാവരെയും കാണുന്ന, സ്കൂളിന്റെ നാഡീമിടിപ്പായ അധ്യാപിക എന്ന വാക്ക് സ്വന്തം പേരിലൂടെ അന്വർത്ഥമാക്കിയ ബി എ ടീച്ചർ. ബ്യൂട്ടി, അധ്യാപനത്തിൽ ബ്യൂട്ടി എന്തെന്ന് കാണിച്ചു തന്ന പ്രിയപ്പെട്ട അധ്യാപിക. ഐഡന്റിറ്റി, അധ്യാപന വൃത്തിയിൽ സ്വന്തമായ ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന ബി എ ടീച്ചർ. യൂത്ത്ഫുൾ, റിട്ടയർമെന്റിലെത്തിയെങ്കിലും ഇന്നും യുവത്വം നിലനിർത്തുന്ന ചുറുചുറുക്കുള്ള ബി എ ടീച്ചർ. യെസ്, ഏത് കാര്യത്തിലും യെസ് എന്ന പുഞ്ചിരിക്കുന്ന മറുപടി. ആറ്റിറ്റ്യൂഡ്, എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം നിലനിൽക്കുന്ന പ്രിയങ്കരിയായ ബി എ ടീച്ചർ. നിലമ്പൂരിന്റെ ജനപ്രതിനിധി ശ്രീ ടി.വി. അൻവർ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി കഴിക്കുക. നമ്മുടെ ക്യാമ്പീൻ അല്പസമയത്തിനുള്ളിൽ അടയ്ക്കുന്നതാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, സുദീർഘമായൊന്നും പറയുന്നില്ല. ഏറെ വൈകി നമ്മുടെ കുട്ടികളൊക്കെ അവിടെ റെഡിയായി നിൽക്കുകയാണ്. പെൺകുട്ടികളാണ്. അവരുടെ സമയം കഴിയുന്നില്ല. നമ്മുടെ ഈ ചേർന്ന സ്കൂളിന്റെ 52ാം വാർഷികത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൂടി കഠിനമായ പ്രയത്നങ്ങളുടെ ഭാഗമായാണ് ഈ സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷകർത്താക്കളും അധ്യാപകരും അടങ്ങുന്ന ഈ കമ്മിറ്റി ഏറ്റവും മികച്ച രീതിയിൽ ഓരോ വർഷവും ഈ സ്കൂളിന്റെ നന്ദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തും മാറി വരുന്ന ഭരണസമിതികളൊക്കെ തന്നെ ഈ സ്കൂളിന്റെ എല്ലാ മേഖലകൾക്കും വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ സ്കൂൾ നല്ല നിലവാരത്തിലേക്ക് എത്തിക്കേണ്ട ഒരുപാട് കർമ്മപദ്ധതികൾ
നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങളുടെ ഭാഗമായി നമുക്ക് നടപ്പാക്കേണ്ടതുണ്ട്. പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിമിതമായ ഈ സ്ഥലത്ത് ചെറിയ കെട്ടിടങ്ങളാണെങ്കിൽ പോലും ഉള്ള സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മത്സരങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ്. അതുകൊണ്ട് പ്രിയങ്കരയായ കുമാരി ആദരാക്കൂട്ടുകൾ സുഖസിദ്ധമായ സത്യമാതൃകം കൊണ്ട് ജനവാസികളുടെ ഹൃദയത്തിൽ ഇടപിടിച്ച് കുമാരി ആദരം എന്ന വിശിഷ്ടാതിഥി കൂടിയാണ് വിളിക്കേണ്ടത്. ആദരയായ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്സരങ്ങളിൽ വിജയം നൽകുന്ന കുട്ടികളെ ആദരിക്കുന്നതിലേക്ക് സത്യമാതൃക അറബിക് സംഗീത മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ നാജിയ ഉസ്മാൻ, ഷൈന എം.കെ., ഫാത്തിമ നിഷ കെ.പി., മുഹമ്മദ് സാദിഖ്, ഫിദ ഫാത്തിമ, റിഷ ഫാത്തിമ, ഫാത്തിമ നൗറിൻ പി, അഞ്ജന കൃഷ്ണൻ ഈ കുട്ടികളെ ആദരിക്കുന്നത് ശ്രീ രമേശ് കാട്ടാടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൂട്ടുകാരൻ ഗ്രാമപഞ്ചായത്ത്. നാജിയ ഉസ്മാൻ, ഷൈന എം.കെ., ഫാത്തിമ നിഷ കെ.പി., മുഹമ്മദ് സാദിഖ് ഈ 4 കുട്ടികളെ ആദരിക്കുന്നത് ശ്രീ രമേശ് കാട്ടാടി ആണ്. അടുത്ത കുട്ടികളെ ആദരിക്കുന്നത് പ്രിയങ്കരമായ ജസ്മൽ പെരിയാറ അവരാണ്. ഹിന ഫാത്തിമ, റിഷ ഫാത്തിമ പി, ഫാത്തിമ നൗറിൻ, അഞ്ജന കൃഷ്ണൻ ഈ 4 കുട്ടികളെയും ആദരിക്കുന്നത് ഫാത്തിമ നിഷ ഈ 4 കുട്ടികളെയും ആദരിക്കുന്നത് ശ്രീ ജസ്മൽ പെരിയാറ. തലത്തിൽ നടന്ന പാനന്തം പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 1ാം റാങ്ക് കരസ്ഥമാക്കിയ LKG നിന്നുള്ള അദ്വൈത്, റിഷ പർവീൻ, UKG നിന്നുള്ള റിഷ പർവീൻ ഈ 2 കുട്ടികളെയും ആദരിക്കുന്നത് പ്രിയങ്കരമായ ബ്ലോക്ക് ക്ഷേമകാര്യ സമിതി കമ്മിറ്റി ചെയർമാൻ ശ്രീ വിഷ്ണു വാടക്കര. അദ്വൈത് റിഷ പർവീൻ പരീക്ഷയിൽ 1ാം റാങ്കോടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ മക്കൾക്ക് നിറഞ്ഞ ഒരു കൈയ്യടി നമുക്ക് കൊടുക്കാം. അടുത്തതായി ദേശീയ റോഡ് പ്ലേ മത്സരത്തിൽ കേരളത്തിന്റെ അഭിമാനമായി നൂറ്റാണ്ടിന്റെ പ്രിയമക്കൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും കൂടിയായ അൻഷാദ്, ഇഷ ഷരീഫ് ഈ 2 മക്കളെയും ആദരിക്കുന്നത് 10ാം വാർഡ് മെമ്പറും മൂന്നാം ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പ്രിയങ്കരയായ റോസ്മന്റെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇഷ ഷരീഫിനെയും അൻഷാദിനെയും ആദരിക്കുന്നതിനായി ദേശീയ റോഡ് പ്ലേ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു നൂറ്റാണ്ടിന്റെ അഭിമാന താരങ്ങൾ. അടുത്തതായി ചടങ്ങിനെ സംസാരിക്കുന്നു ശ്രീ ജസ്മൽ പെരിയാറ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉസ്മാൻ വർഗൻ,
വേദിയിൽ ഉപേക്ഷിതരായ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട അനീഷ്, 10ാം വാർഡ് മെമ്പർ റോസി ടീച്ചർ, നമ്മുടെ സർവീസിനോട് വിരമിക്കുന്ന പ്രിയപ്പെട്ട ബി എ ടീച്ചർ, സ്കൂളിന്റെ എച്ച് എം മുസ്തഫ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകരെ, PTA MTA കമ്മിറ്റി ഭാരവാഹികളെ, മുൻ പ്രധാന അധ്യാപകരെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, പുത്തേടത്തിന്റെ ഹൃദയഭാഗത്തുള്ള ചോളമുണ്ട സ്കൂളിന്റെ 52ാം വാർഷികാഘോഷ ചടങ്ങിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. നീണ്ട 52 വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷരാഭ്യാസം നൽകിയ സ്ഥാപനമാണ് നമ്മുടെ ഈ സ്ഥാപനം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് യാതൊരുവിധ വഴികളുമില്ലാത്ത കാലഘട്ടത്തിൽ മുത്തേടം ഗവൺമെന്റ് ഹൈസ്കൂളും അതിനുശേഷം രൂപീകരിച്ച ചോളമുണ്ട സ്കൂളും, അതിനുശേഷമാണ് ഇവിടെയുള്ള എല്ലാ എയ്ഡഡ് മേഖലയിലും മറ്റുമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നത്. 52 വർഷക്കാലം മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ചെറുതായി ഉൾപ്പെടെയുള്ള ആളുകളെ അനുസ്മരിക്കുന്നതോടൊപ്പം അതിനുവേണ്ടി അക്കാലത്ത് നല്ല രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതും അതിന് പിന്തുണ നൽകിയ ആളുകളുമാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവരും. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള വിദ്യാലയം എന്നുള്ള നിലക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ വിദ്യാഭ്യാസ രംഗത്തുള്ള സാമ്പത്തിക സഹായവും എല്ലാ കാലഘട്ടങ്ങളിലും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അനുവദിക്കാറുണ്ട്, ഇനിയും അനുവദിക്കാൻ തയ്യാറാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടുന്ന് വിരമിക്കുന്ന ബി എ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം 10-17 വർഷക്കാലമായി ബന്ധമുള്ള ഒരു ടീച്ചറാണ്. സർവീസിൽ കോട്ടക്കൽ നിന്ന് സർവീസ് ആരംഭിച്ച് കുറച്ചു കാലം കോട്ടക്കലും അതുപോലെ തന്നെ മരുതിയിലും 10-12 വർഷക്കാലം ഈ പ്രദേശത്തും അധ്യാപക രംഗത്ത് വളരെ നല്ല രൂപത്തിൽ ഒരു സാധു ടീച്ചർ എന്നേ പറയാനുള്ളൂ. കാരണം ടീച്ചറെ നമുക്ക് അത്രമാത്രം ബന്ധമാണ്. കുട്ടികളോട് വല്ലാതെ ശോഭിക്കില്ല. എല്ലാ രംഗത്തും പോസിറ്റീവായി, എന്തിനേയും പോസിറ്റീവായി കാണുന്ന ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ നല്ല ഒരു അധ്യാപികയായിരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ടീച്ചർ പഠിപ്പിച്ച കുട്ടികളൊന്നും, അതുപോലെ തന്നെ ടീച്ചറൊപ്പം വർക്ക് ചെയ്ത അധ്യാപകരൊന്നും ടീച്ചറെ മറക്കില്ല. കാരണം അത്രമാത്രം സജീവമായി ഈ രംഗത്ത് പ്രവർത്തിച്ച ബി എ ടീച്ചറെ അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ 52ാം വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. പ്രവൃത്തി പരിചയമാവുകയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാലയത്തിലെ മക്കളെ ആദരിക്കുകയാണ്. ഈ മക്കളെ ആദരിക്കുന്നത് പ്രിയകരമായ ഈ വിദ്യാലയത്തിന്റെ ഹെഡ് മാസ്റ്റർ മുസ്തഫ സാറാണ്. ഈ ആദരവുകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അജയ് ഷീറ്റ് മെറ്റൽ വർക്ക് 3ാം സ്ഥാനം, ഗ്രേഡ് അജയ് ആകാശ് പൂജി വുഡ് കാർവിംഗ് വർക്കിൽ 3ാം സ്ഥാനം, എ ഗ്രേഡ് ആകാശ് പൂജി. കൻസ ഉടേക്കൽ ബുക്ക് ബൈൻഡിംഗ് സെക്കൻഡ്, എ ഗ്രേഡ്. ആകാശ് പൂജി വുഡ് കാർവിംഗ് പേപ്പേഴ്സ്. കൻസ ഉടേക്കൽ book binding second with A grade. Muhammad Famous P storyboard work second with A grade. Shafaz P woodwork first with A grade. രക്ഷകർക്കുള്ള ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. പലതവണ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഒരിക്കൽ പോലും യാതൊരു കാരണവശാലും ഗ്രൗണ്ട് റൂമിന്റെ ഭാഗത്ത് നിൽക്കരുത്. ഒരുക്കിയ പല കുട്ടികളെയും കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ
മെമ്പർ. ഈ ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സ്കൂളിന്റെ HM ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കുഞ്ഞു കലാകാരന്മാരെ, കലാകാരികളെ, മാതാപിതാക്കളെ, ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പരിപാടികളിൽ അരങ്ങേറണമെന്ന് അത്യധികം ആഗ്രഹിക്കുന്ന അധ്യാപകരും അത് കണ്ട് ആസ്വദിക്കാൻ വന്ന രക്ഷിതാക്കളും ആണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ചൈത്രയാത്ര തുടങ്ങുന്ന ഈ സ്കൂളിലെ കുഞ്ഞുമക്കൾക്കും ഇന്നത്തെ ഈ പ്രോഗ്രാമിനും അതുപോലെ തന്നെ സ്കൂളിന്റെ അനുസ്യൂതമായ വളർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. തൊട്ടടുത്ത് നിൽക്കുന്ന കൽക്കുളം വനിതാ സഹകരണ സംഘം ബാങ്ക് അവരുകളാണ്. അതിന്റെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അതിന്റെ സെക്രട്ടറി കൂടിയാണ് ശ്രീമതി ഹഫ്സത്ത് അവരുകൾ. ഏറെ സ്നേഹത്തോടെ ടീച്ചറെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ടീച്ചർക്ക് കൽക്കുളം വനിതാ സഹകരണ സംഘം ബാങ്കിന്റെ ഹൃദയം നിറഞ്ഞ ആദരവ്. ഈ ചടങ്ങിൽ സംസാരിക്കുന്നു ശ്രീ മുജീബ് കണ്ണൂർ വൈസ് ചെയർമാൻ സ്വാഗത സംഘം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ മുത്തടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉസ്മാക്ക, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നിലമ്പൂരിൻ്റെ MLA PB അൻവർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, രക്ഷിതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, ദീർഘമായ ഒരു ആശംസാ പ്രസംഗം നടത്തുന്നില്ല. നമ്മൾ ചെറിയ ഒരു സന്തോഷത്തിലും എന്നാൽ അതിലേറെ ഒരു സങ്കടത്തിലുമാണ് നിൽക്കുന്നത്. നമ്മളെ ടീച്ചർ 10-12 വർഷക്കാലം നമ്മളെ സ്കൂളിൽ അധ്യാപികയായി നിന്ന ടീച്ചർ യാത്ര ചെയ്യുകയാണ്. ടീച്ചറെ സംബന്ധിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ നമ്മുടെ കുട്ടികളുടെ പരിപാടി നടക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. കുട്ടികളൊക്കെ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലുമാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കാര്യപ്രത്തിന്റെ ചോളമുണ്ടായുടെ ഹൃദയ മനസ്സുകളിൽ ഇടം പറ്റിയ പ്രിയങ്കരയായ ടീച്ചറിന്റെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. മഹത്തായ ഈ യാത്രാ സമ്മേളനത്തിൻ്റെയും വാർഷികാഘോഷത്തിൻ്റെയും അധ്യക്ഷൻ മുത്താടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉസ്മാൻ കാറ്റാടി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നിലമ്പൂരിൻ്റെ MLA, മുഖ്യ ഭാഷണം നടത്തിയ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച SFC ചെയർമാൻ, സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി ആമുഖ ഭാഷണത്തിലൂടെ അവതരിപ്പിച്ച എൻ്റെ ബഹുമാന്യനായ HM, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുൻ ഹെഡ് മാസ്റ്റർമാരെ, സ്നേഹനിധികളായ എൻ്റെ സഹപ്രവർത്തകർ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞുമക്കൾ, രക്ഷിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എന്ത് പറയണം, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയുന്നില്ല. എന്നാലും ഈ അവസരത്തിൽ എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ സർവശക്തനോട് ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം വരെ ഓരോ വാർഷികവും എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു. എല്ലാവരോടും എത്തിച്ചേർന്ന് രസിച്ച് കുട്ടികളുടെ പരിപാടികളൊക്കെ കണ്ട് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു അവസരമായിരുന്നു. എന്നാൽ ഇത് എൻ്റെ യാത്രയപ്പ് കൂടിയാവുമ്പോൾ സന്തോഷിക്കണോ കരയണോ എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. എന്നാലും പ്രായമാകുമ്പോൾ
അല്ലെങ്കിൽ അനിവാര്യമായ ഘട്ടത്തിൽ പിരിഞ്ഞല്ലേ പറ്റൂ. ഈ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഇവിടുത്തെ ഈ ചോളമുണ്ടയിലെ ആദ്യത്തെ ദിവസത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പുള്ള 12 വർഷവും ഈ കരപ്പുറത്തുകൂടെ പോകുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ പ്രദേശത്തെ സ്കൂളായ ഇതിലേക്കൊന്ന് എത്തിയെങ്കിലെന്ന്. സർവശക്തൻ്റെ അനുഗ്രഹത്താൽ അതിനെനിക്ക് സാധിച്ചു. 24 വർഷം പൂർത്തിയാക്കിയ ഞാൻ 5 വർഷം കോട്ടക്കൽ മലപ്പുറം സബിലെ കോട്ടക്കൽ ചൂനൂർ GLPSലും 7 വർഷം മരുത GUPSലും ഇന്നത് ഹൈസ്കൂളായി ഉയർന്നിട്ടുണ്ട്. ബാക്കി 12 വർഷം ഇവിടെയുമാണ് കഴിച്ചുകൂട്ടിയത്. തൽക്കാലം ഇനി ഞാൻ പടിയിറങ്ങുകയാണ്. ഈ അധ്യാപന ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ട് നൽകിയ എൻ്റെ ഹെഡ് മാസ്റ്റർമാരെയും എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ സർവീസ് കാലത്ത് ഈ സ്കൂളിൽ മാറി മാറി വന്ന SMC ചെയർമാൻമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഹെഡ് മാസ്റ്റർമാർ, സ്നേഹനിധികളായ സഹപ്രവർത്തകർ, എൻ്റെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, ഇവരുടെ സഹകരണം, സ്നേഹം, പിന്തുണ ഇവയൊന്നും എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എന്നാലും ഇനി ഇതുപോലെ എൻ്റെ കുട്ടികളോടൊപ്പം ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഈ അവസരത്തിൽ എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര ഉന്നതിയിലെത്തിയാലും ധാർമ്മികത കൈവിടാത്ത ഒരു നല്ല സമൂഹം നിങ്ങളിലൂടെ വളർന്നു വരട്ടെ എന്നാണ്. ഇത്ര നല്ല ഒരു യാത്രയപ്പ് സംഘടിപ്പിച്ച എൻ്റെ ഹെഡ് മാസ്റ്ററെയും സഹപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നല്ലവരെ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഈ കലാലയം കാരപ്പുറത്തിൻ്റെ ദർഗയിൽ എന്നെന്നും വളർന്നു പന്തലിച്ചു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ തൽക്കാലം വിടവാങ്ങട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ മക്കളുടെ പരിപാടി ആരംഭിക്കുന്നു. പരിപാടിക്ക് തൊട്ട് മുമ്പ് സമയബന്ധിതമായ എല്ലാവരെയും കൂടി പ്രതിനിധീകരിച്ച് ഒരു വാക്കിൽ സംസാരിക്കുന്നു. പ്രിയങ്കരമായ ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകരുമായി വിശേഷിക്കുന്ന ശ്രീ ഏറെ സ്വാഗതത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുത്തൂറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ, വേദിയിരിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ, അവസരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, എന്റെ സുഹൃത്തുക്കളായ അധ്യാപകന്മാരെ, ഈ വൈദ്യ സമയത്ത് ഇതൊക്കെ തന്നെ ആവശ്യമായി കാത്തിരിക്കുന്നത് 7 മണിക്കെങ്കിലും തുടങ്ങേണ്ട പരിപാടി പൂർണ്ണമായി തുടങ്ങിയത് ഞാൻ വിശദീകരിച്ചൊന്നും ഞാൻ പറയുന്നില്ല. 2 കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ 24 വയസ്സുള്ള ആളുകൾക്ക് ഈ നാടിന്റെ മുൻകാല ചരിത്രം അറിയുമെന്ന് പറയുന്നതാണ് ഈ ഒന്നാമത്തെ കാര്യം പറയുന്നത്. അതായത് ഈ സ്കൂളിൽ 1970 ഞാനും പൂജ്യത്തെ അദ്ദേഹം മരണപ്പെട്ടു. അതുപോലെ തന്നെ ഗുരുവായൂർ മാസ്റ്റർ എന്ന പുറപ്പുറ മാസ്റ്റർ 2 കൊല്ലം കൂടെ ആദ്യമായി പഠിപ്പിച്ചുകൊണ്ട് അന്ന് ഈ സ്ഥാപനത്തിന് ഗവൺമെന്റിന് അംഗീകാരം കിട്ടിയില്ല. 1972 സർക്കാരിന്റെ അംഗീകാരം കിട്ടിയത്. അങ്ങനെ 74 അന്നുണ്ടായി ഞങ്ങളുടെ വാർഷികാശ്വാസം കൊണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ വ്യവസ്ഥകളുടെ നാട്ടിൽ ചുറ്റുമുണ്ടായിരുന്നു പരിപാടി. വളരെ കുറച്ച് കുട്ടികളും രക്ഷാകർത്താക്കളും ഇന്നുള്ള അത്രത്തന്നെ ആളുകൾക്കില്ലാത്ത കാലഘട്ടമായതുകൊണ്ട് തന്നെയാണ് വളരെ കുറഞ്ഞ കുട്ടികളെ കൊണ്ട് രക്ഷാകർത്താക്കളത്തെ പിന്തുടർത്തുകൊണ്ടായിരുന്നു നമുക്ക് സംബന്ധം ചെയ്യുന്നത്. അങ്ങനെ തിരുത്തപ്പന്തൽ 74 വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഞാൻ അതുകൊണ്ട് അംഗീകാരം കിട്ടുന്ന 2 വാർഷികത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ അംഗീകാരത്തിന് ശേഷം 72ാമത്തെ വാർഷികാവസരം 52ാമത്തെ വാർഷികാവസരം ഞാൻ പങ്കെടുക്കുന്നു. എനിക്ക് 74 വയസ്സായി. ഇതോടൊപ്പം തന്നെ ഞാൻ ആദ്യമായി സ്കൂളിൽ നമുക്ക് അനുഭവിച്ചു വന്ന ചോളമുള്ള തിരുവാജി, ഇതിനാദ്യമായി വിദ്യാഭ്യാസമായ നാട്ടുരാജി,
പിന്നെ കണ്ടുപിടിച്ച് ചെയ്യുന്നത് ഞാനുണ്ടെങ്കിൽ ഈ ഇഷ്ടപ്പിള്ളാക്കിന് വേദായൻ ഇതിൽ കുറേ ആളുകൾ ഞങ്ങൾ ടീമായിരുന്നു. പക്ഷേ അന്നൊക്കെ ഞാൻ അതിൽ പ്രായം കുറഞ്ഞ ആളായിരുന്നു. അങ്ങനെ ആ കമ്മിറ്റിയുടെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനം തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തീരുമാനം പിന്നെ ആൾക്കൊന്നും ഈ ചോളന്റെ സ്കൂള് കാലഘട്ടത്തിൽ വിജയഭാഷ എങ്ങനെ വന്നു എന്നറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഈ ചോളങ്ങളുടെ ചെറിയതായി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് അവരുടെ സ്മരണം നിർത്താൻ വേണ്ടി ചോളമുണ്ട എന്നുള്ള പേര് നൽകിയത്. അതുകൊണ്ട് ഇവിടെ 52ാം വാർഷിക സമ്മേളനത്തിൽ ഇവിടെ നമ്മളെ പല ആളുകളൊക്കെ തന്നെ അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞ ഒരു മാസമുള്ള ഭാഷയിലുള്ള ആളുകൾ തന്നെ മരണപ്പെട്ടുപോയി. അവരെയും എല്ലാവരുടെയും സ്മരണം നൽകിക്കൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടിക്ക് നല്ല പറയുന്നു. ഈ സ്ഥാപനത്തിലെ സീനിയർ അസിസ്റ്റന്റായ ശ്രീമതി ഓമന ടീച്ചർ. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, സഹപ്രവർത്തകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ വൈകിയ വേളയിൽ ഒരു നീണ്ട നന്ദിയൊന്നും പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല. ഈ വാർഷിക ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഹെഡ് മാസ്റ്റർമാർ, SMC ചെയർമാൻമാർ, നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികൾ, സഹപ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഈ നാട്ടിലെ മുഴുവൻ പ്രിയപ്പെട്ട ആളുകൾക്കും അതുപോലെ ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഈ സ്കൂളിന്റെ പേരിലും SMCയുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സഹായങ്ങൾ ചെയ്ത നാഷണൽ ഇലക്ട്രിക്കൽസ്, ദുർഗ ഹൗസ്, അലുമിനിയം ഫാബ്രിക്കേഷൻസ്, ഈ വ്യാപാരികളോടൊക്കെയാണ് ഞങ്ങളുടെ ഹൃദയം തുറന്ന് നന്ദി അറിയിക്കട്ടെ. ഒപ്പം സാമ്പത്തികമായും മറ്റ് വിവിധ തരത്തിലും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഈ നാട്ടിലെ മറ്റ് എല്ലാ സ്ഥാപനങ്ങൾക്കും, എല്ലാ സഹകരണ സംഘങ്ങൾക്കും, എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും, പ്രിയങ്കരായ നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ.